സ്തുതി. ക്രിസ്തീയ കോളത്തിൽ ഇന്ന് അനേകരിലൂടെ വ്യത്യസ്തമായ സുവിശേഷങ്ങൾ നാം കേൾക്കുവാനായിട്ട് ഇടയാവുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: സത്യസുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ സുവിശേഷം എന്താണ്? ഇതിന് വ്യക്തമായ ഒരു ഉത്തരം ഉണ്ട്. സുവിശേഷം ഒന്നേയുള്ളൂ. ദൈവം ആരംഭത്തിൽ മനുഷ്യരോട് സംസാരിച്ചത് ന്യായപ്രമാണത്തിലൂടെയും പ്രവാചകന്മാരിലൂടെയും ആയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ലൂക്ക് ചാപ്റ്റർ 16:16 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തെ സുവിശേഷമായി അറിയിച്ചു വരുന്നു. അത് യേശുക്രിസ്തുവിൽ ആരംഭിച്ച് ഇന്നും ദൈവം തൻ്റെ മക്കളിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മാത്യു ചാപ്റ്റർ 24:14 ഇതിനെ ഉറപ്പിക്കുന്നു. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും അറിയിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. യേശുക്രിസ്തുവിനെക്കുറിച്ച് തിരുവചനം ഇപ്രകാരം സാക്ഷ്യം പറയുന്നു: യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകല രോഗങ്ങളും വ്യാധികളും സൗഖ്യമാക്കുകയും ചെയ്തു. യേശുക്രിസ്തു പറഞ്ഞ ഈ സുവിശേഷത്തെ തിരുവചനം തേജസ്സുള്ള സുവിശേഷം എന്ന് വിളിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞ തേജസ്സുള്ള ഈ സുവിശേഷം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ പ്രഭു മനുഷ്യരുടെ കണ്ണുകളെ കുരുടാക്കി അവർ ദൈവരാജ്യം അവകാശമാക്കാതെ അവിശ്വാസികളായി തുടരേണ്ടതിന് തന്നെ. ദൈവരാജ്യത്തിൻ്റെ ഈ സുവിശേഷം അഥവാ ദൈവരാജ്യത്തെ സുവിശേഷമായി അറിയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അവരാണ് സത്യ സുവിശേഷകർ.